അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം നമ്മളൊക്കെ വളരെ ഞെട്ടലോടാണ് അത് കേട്ടത്. അതിൽ നമ്മുടെ ഒരു മലയാളി സഹോദരി കൂടി മരണപ്പെട്ടിരുന്നു, രഞ്ജിത എന്ന് പറഞ്ഞു. എനിക്കതിലധികം ആ ഒരു വേദനയിൽ നിൽക്കുമ്പം തന്നെ മറ്റൊരു വേദന എനിക്ക് വന്നത്, ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഈ രഞ്ജിത എന്ന് പറയുന്ന ഈ കുട്ടിയെ വല്ലാണ്ട് വികൃതമായിട്ട് ലൈംഗിക ചുവയുള്ള ഭാഷയോട് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് മാമും കണ്ടിരുന്നല്ലോ. അതിൽ മാമിന് എന്താ പറയുക? എനിക്കൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാൻ ആ വാർത്ത കണ്ടത്. കാരണം ഭാരതത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു ദുരന്തമായിപ്പോയി അത്. കാരണം ഇപ്പോഴും നമ്മൾ ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. ആ പിക്ചറുകളുടെ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഫാമിലി, അവരുടെ ആ ഫോട്ടോ എല്ലാം നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഫാമിലിക്കും അത്രമാത്രം ദുഃഖം ഫീൽ ചെയ്യുന്ന പിക്ചറുകളായിരുന്നു. ഇതെല്ലാം പത്രത്തിൽ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്നപ്പോൾ ഇത് ആരോ അതിൻ്റെ ഒരു കമൻറ്റ്, ഞാനിങ്ങനെ എന്തോ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോഴത്തേക്കും അത് പെട്ടെന്ന് എനിക്ക് കിട്ടി. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് എടുത്തു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് ഞാൻ കുറേ വായിച്ചപ്പോൾ പലരും പ്രതികരിച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ അതിൽ പ്രതികരിക്കാൻ പോയില്ല. എനിക്ക് തോന്നി എനിക്ക് എൻ്റെ വോളിൽ പ്രതികരിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ അദ്ദേഹം അത് പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞു. ഞാൻ എൻ്റെ സംസ്കാരത്തിലാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹം എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാക്ക് തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ അത് ഉടനെ തന്നെ അത് മായ്ച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു, എനിക്ക് ഒരു നായർ എന്നത് രണ്ടാമതേ വരുന്നുള്ളൂ, ഒരു സ്ത്രീ. അത് വളരെയധികം ഒരു എത്രയെല്ലാം ഉന്നത പദവിയിൽ ഇരുന്നാലും വീട്ടിലെ സംസ്കാരം അല്ലെങ്കിൽ അയാൾ വളർന്നു വന്ന സാഹചര്യം, അയാളുടെ സംസ്കാരം എല്ലാം പ്രതിഫലിക്കുന്ന ഒരു കമൻ്റായിരുന്നു അത്. എത്രത്തോളം മനുഷ്യൻ അധപ്പതിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ബേസിസിൽ എന്തും ആരെയും പറയാം എന്നുള്ള രീതിയിലാണ് ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് പ്രതികരിക്കാനുള്ളത് ഞാൻ ആ ഫേസ്ബുക്കിൽ തന്നെ പ്രതികരിച്ചു. അപ്പം തന്നെ കുറേ കമൻറ്റ്സ് എനിക്ക് വരികയും ചെയ്തു. കമൻറ്റ്സിൽ എനിക്ക് സഭ്യമല്ല എന്ന് തോന്നുന്നത് ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം എനിക്ക് എൻ്റെ വോളിൽ അങ്ങനെ ആരും എന്തും ഇടുന്ന ഒരു പ്രവണത എനിക്കിഷ്ടമല്ല. കാരണം നമ്മൾ എന്ത് ചെയ്താലും പ്രതികരിക്കാം, നമുക്ക് എന്ത് വിഷയത്തോടും നമുക്ക് പ്രതികരിക്കാം. പക്ഷെ ആ പ്രതികരണത്തിനും ഒരു മാന്യത വേണമല്ലോ. അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവനവൻ്റെ സംസ്കാരവും ഭാഷയും എല്ലാം മറന്നുള്ളൊരു രീതിയാണ് നാം കാണുന്നത്. പക്ഷേ അതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. പക്ഷേ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് ഉടനെ നമ്മളൊരു ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. കളക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആളിനെ ഈ ഒരു ഔദ്യോഗിക പദവിയിൽ നിന്ന് മാറ്റാണ്. അതാണ് ആ കളക്ടർക്കാണ് ഒരു കൈയ്യടി കൊടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും കൊടുക്കണം. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തഹസിൽദാറിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വിത്ത് സാലറി വീട്ടിൽ സുഭിക്ഷമായിട്ടിരുന്നു സാലറി ആയിട്ട് എടുത്തു. അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നടക്കും. അദ്ദേഹത്തിന് ആശിച്ച ഒരു കാര്യം കിട്ടിയതുപോലെ സാലറി ആയിട്ട്. ഇന്നലെ ന്യൂസിൽ നമ്മൾ കണ്ടുവല്ലോ, മദ്യപിച്ചിട്ടാണ് ഓഫീസിലെത്തിയത്. മദ്യപിച്ചിട്ട് ഓഫീസിലെത്തിയ ഒരാൾക്ക് ആദ്യമേ അവർക്ക് ഈ ഒരു നടപടി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ പറയും പോലെ സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ആ പുള്ളിക്ക് തന്നെ പ്രയോജനം. കാരണം 6 മാസം വീട്ടിലിരുന്ന് നമ്മുടെ നികുതി പണം അല്ലേ, വാസ്തവത്തിൽ നമ്മുടെ ടാക്സ് അല്ലേ, അതും വിളിച്ച് സുഖമായിട്ട് ജീവിക്കുക. അത് കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്കൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയും, സർക്കാർ അത് LDF വരാം, UDF വരാം, BJP വരാം, മറ്റു ഏതെങ്കിലും പാർട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരും വരാം. ആ സർക്കാരിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഏത് സർക്കാരാണോ സംസ്ഥാനം ഭരിക്കുന്നത് ആ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ഇതേ വ്യക്തികൾ വരും നമ്മളുടെ സേവകരാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമാവാം ഉള്ളിൽ. പക്ഷേ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന് നേരത്തെയും ഇത്തരത്തിലുള്ള ഫേസ്ബുക്കിൽ LDFന് അനുകൂലമായിട്ടും മറ്റുള്ളവരെ തരം താഴ്ത്തും പല വികൃതമായിട്ട് ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്? ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ശരിയാണ്? തീർത്തും ശരിയല്ല. കാരണം ഒന്നാമത്തെ അതിൽ ഒരു പോയിന്റ് എടുത്ത് കാണിക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. കാരണം നമ്മുടെ നികുതിപ്പണമാണ്, സാധാ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ സർക്കാർ, അറിയാമല്ലോ,
പിന്നെ ബാക്കിയുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ മറ്റു പല ഭാഗത്തു നിന്ന്. പക്ഷേ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് തന്നെ അല്ലേ? അപ്പോൾ അതിൽ നിന്നിൻ്റെ ഒരു വിഹിതം കൂടി ഇവർക്ക് ചെല്ലുന്നില്ലേ? അപ്പോൾ അവർ നമ്മളോട് നീതി പുലർത്തേണ്ടതാണ്. ഏത് കാര്യമാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. നേരത്തെ രജനി പറഞ്ഞ പോലെ അത് നമുക്ക് ഏത് പാർട്ടിയിലും നമുക്ക് വിശ്വസിക്കണം, അത് നമ്മുടെ റൈറ്റാണ്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാം. പക്ഷേ പ്രത്യക്ഷത്തിൽ ജനങ്ങളെ അവരുടെ ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരെ സമീപിക്കുന്ന ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അത് ഒരു തരത്തിലൊരു മാനസിക പീഡനമല്ലേ? അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ. അദ്ദേഹം ഇട്ട ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ ഒരു സാമ്പത്തികം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു പരിധിവരെ നിലനിർത്തുന്നതിൻ്റെ മറ്റൊരു അല്ലേ? ഇപ്പോൾ സംസ്ഥാനത്താണെങ്കിൽ അത് ഏറ്റവും കൂടുതലാണ്. കോട്ടയം, തൃശ്ശൂർ ആ ഏരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മൾ. ഇപ്പോൾ ഈ രഞ്ജിതയുടെ ഒരു വീട്ടു സാഹചര്യത്തിലോട്ട് വന്നാൽ 2 കുട്ടികൾ, അച്ഛനില്ല, അവരാണ് ആ 2 കുട്ടികളുടെയും കാര്യം ഏറ്റെടുക്കുന്ന അമ്മ രോഗിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വരുമാന സ്രോതസ് എന്നുള്ള രീതിയിലേക്ക് ആ സ്ത്രീക്ക് മറ്റൊരു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുരുഷന്മാർ പ്രവാസികളുണ്ട്, അപ്പോൾ സ്ത്രീകൾ പ്രവാസികളാകുന്നതിൽ അല്ലെങ്കിൽ അവരെന്തോ ഈ പറഞ്ഞ പോസ്റ്റിലൂടെ അയാൾ കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് മാം ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. പക്ഷേ എത്ര സ്ത്രീ സംഘടനകൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പ്രതികരിച്ചു? വളരെ ചുരുക്കം ആൾക്കാരെ പ്രതികരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഇട്ട പോസ്റ്റിന് തന്നെ വളരെ ചുരുക്കം ചില സ്ത്രീകൾ മാത്രമേ അതിനൊരു അനുകൂലമായിട്ട് ചെറിയൊരു സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്നലെ വേറെ ചില സംഘടനകളുടെ സ്ത്രീകളുമായിട്ട് സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നായർ എന്നുള്ളത് രണ്ടാമതാണ്. ആഫ്റ്റർ ഓൾ ഷീസ് ലേഡി. അപ്പം നമ്മൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം കൂടുതൽ ചിന്തിക്കാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഞാൻ കുറേ വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിൽ, നമ്മൾ ഈ ജാതിയെക്കുറിച്ചൊന്നും ഇപ്പം കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. സമുദായത്തെ സേവിക്കുന്നുണ്ട്, സമുദായ സേവനം ആവശ്യമാണ്. കാരണം മറ്റുള്ള എല്ലാ സമുദായങ്ങളും അവരവരുടെ സമുദായത്തെ ചേർത്ത് നിർത്തുന്നത്. ആ ഒരു രീതിക്ക് ഞാൻ എൻ്റെ സമുദായത്തെയും ചേർത്ത് നിന്നു. പക്ഷേ ഞാൻ ഈ എല്ലാ സ്ഥലത്തും ഈ ജാതിയോ മതമോ അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ആ സ്ത്രീക്ക് ഇതിപ്പോൾ വേറൊരു ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇങ്ങനെ പ്രതികരിച്ചാലും, ഒരു സ്ത്രീ, നമ്മളെല്ലാ സ്ത്രീകളാണ്, അല്ലെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ എൻ്റെ അനിയത്തി അല്ല രഞ്ജിതയുടെ അനിയത്തിയാണ് ഈ സ്ഥാനത്ത് നിന്നാൽ ഞാൻ പ്രതികരിക്കില്ലേ? അതേപോലെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലർക്കും പേടിയാണ്, തുറന്ന് പറയാനും പ്രതികരിക്കാനും പേടിയാണ്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും, അതായത് പ്രതികരിച്ചാൽ അവരെ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ അവരെ അത്രയും താറടിച്ച് കാണിക്കും. മാത്രമല്ല മരണപ്പെട്ട ഒരു സ്ത്രീയാണ്. കുടുംബം എന്തുമാത്രം വേദന. ഇങ്ങനെ ഞാൻ ഇയാളുടെ ഫേസ്ബുക്ക് ഇത് നോക്കിയപ്പോഴും അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ കഴിയും? ഞാൻ അതിനകത്ത് അങ്ങനെ പ്രതികരിച്ചത് അത് ശരിയാണോ തെറ്റാണോ എന്നല്ലേ, എങ്ങനെ ആ കുടുംബത്തെ ഇയാളോടൊപ്പം കഴിയുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പുറത്ത് പറയേണ്ടിയിരിക്കുന്ന കാലാധികം. ഇത്തരത്തിലുള്ളവരെ അതേ രീതിയിൽ തന്നെ അതേ വാളുകൊണ്ട് തന്നെ വിമർശിക്കേണ്ടുന്ന കാലം വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ആരോ പറഞ്ഞത് കേട്ടെ, ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പണ്ടൊക്കെ ബസ് സ്റ്റാൻഡുകളിലെ ടോയ്ലറ്റുകളിൽ അസഭ്യ വാചകങ്ങൾ എഴുതി വെക്കുമായിരുന്നു. ഇപ്പൊ അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് എന്നുള്ളൊരു വാചകം. അത് എന്തുമാത്രം അതെ അതിൻ്റെ സഭ്യത മുഴുവനും ലംഘിച്ചുകൊണ്ടാണ്. നമുക്കൊരു സംസ്കാരം ഉണ്ടെങ്കിൽ അതിനെ മുഴുവനും മറന്നുകൊണ്ടാണ് ആ നേരത്തെ പറഞ്ഞ ആ ഭാഷയിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഓരോരുത്തരെ എതിരായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് പ്രതികരിക്കാം, എന്തിനും നമുക്ക് പ്രതികരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ആ ഒരു സഭ്യത വിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിനോട് എനിക്കത് ഒരു ശതമാനം പോലും എനിക്ക് യോജിക്കാൻ കഴിയും. പക്ഷെ എന്തിനും നമ്മൾ പ്രതികരിക്കുക, പ്രത്യേകിച്ച് ന്യായമുള്ള കാര്യങ്ങൾ. ഇത് ഒരു സ്ത്രീ, ഒരു അമ്മ, ഞാൻ ആ അമ്മയുടെ കാര്യമാണ് ആലോചിച്ചത്. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മറ്റ് സഹോദരനുണ്ടെങ്കിൽ സഹോദരൻ്റെ സ്വന്തം ഒരു വീട്ടിലെ ഇത്രയും ഒരു ദുരന്തം നടന്നപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വാർത്തയും കൂടി അവരുടെ ഇതിലെത്തുമ്പോൾ അവരുടെ കേരളത്തിലെ ഒരാൾ എന്ന് പറയുമ്പം അത് മൊത്തം ഒരു കേരളത്തിനെയാണ് നമ്മളെപ്പോഴും അല്ലേ, കേരളത്തിലുള്ള ഒരാൾ ഒരു എന്നല്ലേ നമ്മൾ പറയാറ്. അതിൽ നമ്മൾ പറയുമ്പോൾ ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി നമ്മളെല്ലാവരും
ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്. കേരളത്തിലുള്ളവർ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ജാതി ഇതെടുക്കുമ്പോഴും ജാതി കാർഡുകൾ പലരും ഇപ്പോൾ ദിയ കൃഷ്ണയുടെ കാര്യത്തിൽ അതിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അതിനെ അനുകൂലിക്കുന്നുണ്ട്, പ്രതികൂലിക്കുന്നുണ്ട്, എന്ന് തന്നെയായിക്കോട്ടെ, അത് അവിടെ നിൽക്കാം. ഇപ്പോൾ വേടൻ്റെ കാര്യത്തിൽ, കലാകാരനായ വേടൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം ഒരു ജാതി കാര്യത്തിൽ താഴ്ന്നു നിൽക്കുന്നത് കൊണ്ടാണ് വേടനെതിരെ ഇത്രയധികം വിമർശനം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്നു. അപ്പം കുറേ കൂടി BJP രീതി അല്ലെങ്കിൽ RSS വേടനെതിരെ ഭയങ്കരമായിട്ട് രൂക്ഷ വിമർശനം നടത്തുന്നു, വേടൻ്റെ പുറകെയാണെന്നൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നും അറിയാത്ത രഞ്ജിത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇവർക്ക് ഇതൊന്നും ഒന്നും പറയാനില്ല. അതെ, ഒരു കുടുംബം സംരക്ഷിക്കാൻ പുറത്തു പോയി കഷ്ടപ്പെട്ട് അതും തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിങ്ങിലായിരുന്നു. അതിൻ്റെ എന്തോ പേപ്പർ ഒപ്പിടാനാണ് പെട്ടെന്ന് 2 ദിവസത്തേക്ക് തിരിച്ചു വന്നു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇവിടെ ഒരു സാംസ്കാരിക രംഗത്തോ അല്ലെങ്കിൽ സാഹിത്യ രംഗത്തോ ഉള്ള ഒരാൾ മുതിരുന്നില്ല എന്നുള്ളതാണ്. ജാതിയല്ല അവിടെ വിഷയം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം രഞ്ജിത എന്നുള്ളൊരു ആ സ്ത്രീ, ഒരു പെൺകുട്ടി മരണപ്പെട്ടു, മൺമറിഞ്ഞു. പക്ഷേ വേടൻ നിലവിലുമുണ്ട്. അത് രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഉപാധിയായിട്ട്, അവരുടെ ഒരു ആയുധമായിട്ട് വേടൻ ഇപ്പോഴും അവർക്ക് ലാഭമുണ്ട്. ഇവിടെ ലാഭമില്ല, അവിടെ ലാഭമുണ്ട്. ജാതിയല്ലല്ലോ പ്രശ്നം. ജാതിയല്ല പ്രശ്നം. രാഹുൽ ഈശ്വർ വേറൊരു, ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അംഗം നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്രാൻഡഡായിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ അത് ഏതോ നമ്മൾ പറയൂലേ, പണ്ടുള്ളവരെ പറയൂലേ, സ്കൂളിലെ കുട്ടികളെ അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളെ ചട്ടുകങ്ങളാക്കി ഉപയോഗിക്കുന്നു എന്ന് പറയില്ലേ, അതേ ഒരു രീതിയാണ് ഇവിടെയും കാണുന്നത്. ആക്ച്വലി ഇത് ഈ സവർണ മേധാവിത്വവും അവർണ മേധാവിത്വമൊന്നും അല്ല ഇവിടെ പ്രശ്നം. അവർണർ എന്നുള്ളതില്ല ഇവിടെ. ഓരോരുത്തരെ ഓരോ കാർഡ് ഇറക്കി ഓരോരുത്തരെ അതിനെ മുന്നിൽ നിർത്തി ഒരു വിഭാഗം, അത് നമുക്ക് എല്ലാവരെയും കുറ്റം പറയില്ല, ഒരു വിഭാഗം കളിക്കുന്ന കളിയാണ്. അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്നുള്ളത് എന്താണ് പൂർണ്ണമായിട്ടുള്ളതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ഊഹിക്കാൻ പറ്റും, പക്ഷെ എന്താണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് അറിയില്ല.